ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപക്ഷെ മറ്റു പല അനിമേ ക്യാരക്ടേഴ്സിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് മങ്കി ഡി ലൂഫി. റിയൽ ലൈഫിൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ റേസിസം, ഡിസ്ക്രിമിനേഷൻ, ക്ലാസ് സിസ്റ്റം ഇവയെല്ലാം തുടച്ചു നീക്കി എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു ഫ്രീ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ റിയൽ ലൈഫിൽ അതൊരിക്കലും ഒരു കാലത്തും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ ഓഡ ലൂഫിയിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെയൊരു ഫ്രീ വേൾഡ് കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ 17-ാം വയസ്സിൽ ഇറങ്ങിത്തിരിച്ച ഒരു പയ്യൻ്റെ കഥയാണിത്. വൺ പീസ് എന്ന ലക്ഷോപലക്ഷം അനിമെ ആരാധകർക്ക് ഒരു അഡ്രനാലിൻ റഷ് തന്നുകൊണ്ട് ഓരോ ആഴ്ചയും ഇതിൻ്റെ മാങ്ക അനിമെ എപ്പിസോഡുകൾ ഇറങ്ങുവാനായി ഈഗേർലി വെയിറ്റ് ചെയ്യുന്നത് ഒരേ ഒരു കാരണത്താലാണ്. ലൂഫി വൺ പീസ് നേടുമോ എന്നും ഇനി അവനെ നേരിടാൻ കാത്തിരിക്കുന്നത് എന്താണെന്നുമൊക്കെ അറിയുവാൻ വേണ്ടിയാണ്. അതിനാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ നായകനായ മങ്കി ഡി ലൂഫിയെ പറ്റിയാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, ആരാണ് ലൂഫി എന്ന് പറയാൻ പറഞ്ഞാൽ നമുക്കേവർക്കും ആവേശം കൊണ്ട് എന്താ അവനെപ്പറ്റി ആദ്യം പറയുക എന്നോർത്ത് നമ്മളൊന്ന് പരിഭ്രാന്തരാകും. കാരണം അവനെപ്പറ്റി പറയുക എന്നാൽ ഒറ്റ വാക്കിൽ ഒതുക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രത്തോളം സഹായങ്ങൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കുന്നവനാണ് ലൂഫി. കുട്ടിക്കാലം മുതൽക്കേ അവൻ്റെ വായിൽ നിന്നും വരുന്നത് അവന് പൈററ്റ്സുകളുടെ എല്ലാം രാജാവാകണമെന്നുള്ളതാണ്. എന്നാൽ അവന് വിലപിടിപ്പുള്ള ഒന്നിനോടും ഒരാഗ്രഹവുമില്ല. അഥവാ സ്വർണം, പണം, ഫെയിം, അധികാരം ഒന്നിനെയും തനിക്ക് ഭരിക്കേണ്ട എന്നൊരു രീതിയാണ് ലൂഫിയുടേത്. പകരം കിങ് ഓഫ് ദ പൈററ്റ്സിനെ പോലെ ഫ്രീ ആയി നടക്കുക എന്നതാണ് അവന് ഇഷ്ടം. എന്നാൽ ആഗ്രഹത്തിന് പുറമെ ഒരു കാര്യത്തിനോട് മാത്രമാണ് അവൻ ആർത്തി. അത് ഭക്ഷണ കാര്യത്തിൽ മാത്രമാണ്. എന്നാൽ ഒരു നേരത്തെ ആഹാരം പോലും മാറ്റിവെച്ച് അത് അവന് നൽകുന്നവരെ അവൻ തൻ്റെ പ്രാണൻ കൊടുത്തും സംരക്ഷിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് വാനോ ആർക്കിലെ തമ എന്ന പെൺകുട്ടി, അതുപോലെ ഫിഷ്മാൻ ഐലൻഡിലെ ഷിരാഹോഷിയും. അങ്ങനെ അവനെ കണ്ടുമുട്ടുന്ന ഏവർക്കും അവനെ കയ്യിലെടുക്കാൻ ഒരേ ഒരു കാര്യം മതിയാകും, അത് ഫുഡ് മാത്രമാണ്. ലൂഫിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവൻ്റെ 17-ാം വയസ്സിലാണ്. എന്നാൽ ഇതിനെല്ലാം പ്രചോദനം നൽകിയതാവട്ടെ ഷാങ്ക്സ് അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏൽപ്പിച്ച സ്ട്രോ ഹാറ്റുമായാണ് അവൻ യാത്ര ആരംഭിച്ചത്. പിന്നീട് അവനെ ലോകം അറിയപ്പെട്ടതോ ആ ഒരു സ്ട്രോ ഹാറ്റിൻ്റെ പേരിലുമാണ്. മറൈൻ വൈസ് അഡ്മിറൽ ഗാർപ്പിൻ്റെ ചെറുമകനും വേൾഡ് ഗവൺമെൻറ് നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് മുദ്രകുത്തപ്പെട്ട മങ്കി ഡി ഡ്രാഗൻ്റെ മകനുമാണ് ലൂഫി. അമ്മയെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും ഇതുവരെയും ഓഡ റിവീൽ ചെയ്തിട്ടില്ല. പകരം ഒരുപാട് ഫാൻ തിയറീസ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്തായാലും ഡ്രാഗൻ്റെ വൈഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഓഡ റിവീൽ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എനിവേ, അന്ന് തുടങ്ങിയ അവൻ്റെ യാത്ര ഇന്ന് എൽബാഫ് വരെ എത്തി നിൽക്കുന്നു. ഈ യാത്രയുടെ കാലയളവിൽ അവൻ തൻ്റെ ധാരാളം സുഹൃത്തുക്കളെ നേടിയെടുത്തു. അതിൽ കുറച്ചുപേർ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി തൻ്റെ ജേണിയുടെ ഭാഗമായി കട്ടയ്ക്ക് അവൻ്റെ ഒപ്പം ഉണ്ടാകുന്നവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് പൈററ്റ്സ് ഉള്ള വൺ പീസ് വേൾഡിൽ വീക്ക് ഒപ്പോണൻസും സ്ട്രോങ് ഒപ്പോണൻസും ഉണ്ട്. അതിൽ സ്ട്രോങ് ആയിട്ടുള്ളവരെ മാത്രം നേരിടാൻ അവിടെയുള്ള സകലമാന വീക്ക് പൈററ്റ്സുകൾക്കും ഭയമാണ്. എന്നാൽ കുറച്ച് പിള്ളേരുടെ ഒരു കൂട്ടം, അവർ വലിപ്പത്തിൽ ചെറുതാവാം, എന്നാൽ ശക്തി കൊണ്ട് പല സ്ട്രോങ് ഒപ്പോണൻസുകളെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ്. അവരെ അറിയപ്പെടുന്നതോ സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് എന്നും. അങ്ങനെയുള്ള ഈയൊരു ഗ്യാങ്ങിനെ എൻ്റയർ വേൾഡും ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ അത് അതിലുള്ള ഏവരുടെയും വിൽ പവർ കൊണ്ട് മാത്രമാണെന്ന് തന്നെ പറയാം. തങ്ങളുടെ കൂട്ടത്തിലെ ഒരുവനെ തൊട്ടാൽ അവൻ ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും അവിടെ പോയി അവൻ്റെ സാമ്രാജ്യത്തെയും അവൻ്റെ ദുഷ്ടലക്ഷ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് ലൂഫിയുടെയും ടീമിൻ്റെയും അജണ്ട. ഈസ്റ്റ് ബ്ലൂവിനടുത്തുള്ള ഡോൺ ഐലൻഡിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഫൂഷ അഥവാ വിൻഡുമില്ല്. ഈ ഒരു ഐലൻഡ് ഗോവ കിങ്ഡത്തിൻ്റെ പാർട്ടായതിനാൽ ധാരാളം നോബിൾസും റിച്ച് പീപ്പിൾസും ഒക്കെ ജീവിക്കുന്ന ഒരിടമാണ്. ഗ്രാമത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. വളരെ ടിപ്പിക്കലായ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയാണ് അവിടെയുള്ളത്. തടി കൊണ്ട് പണിതിരിക്കുന്ന വീടുകളും മറ്റും. കൂടാതെ കാറ്റ് നന്നായി വീശുന്ന ഒരിടമായതിനാൽ മലമ്പ്രദേശങ്ങളിൽ ധാരാളം തടി കൊണ്ടുള്ള വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. മൗണ്ട് കൊളൂബു എന്ന മലയുടെ അടിവാരത്താണ് ഈ ഗ്രാമം. അതിനാൽ ഈ മലയുടെ മറവിലാണ് ധാരാളം പിടിച്ചുപറിക്കാരും കള്ളന്മാരും വന്യമൃഗങ്ങളുമൊക്കെ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഈ ഒരു വില്ലേജിൻ്റെ പഴങ്കഥകളിൽ പറയുന്നത് ഈ വില്ലേജിൽ നിന്നുമാണ് ധാരാളം ഇൻഫേമസ് ആയിട്ടുള്ള പൈററ്റ്സുകളുടെ ഉത്ഭവമെന്നും, അതിനാൽ അങ്ങനെയൊരു കഥ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനും ഒരാൾ പോലും ആ ഒരു വില്ലേജിൽ നിന്നും ഒരു പൈററ്റായി മാറാതിരിക്കാനും ആ ടൗണിൻ്റെ ഫുൾ അധികാരവും ഏറ്റു നടത്തുന്ന ടൗൺ മേയറായ വൂപ്പ് സ്ലാപ്പ് എന്ന
ഒരു വ്യക്തിയാണ് അവിടെ ചുമതലകൾ വഹിക്കുന്നത്. മങ്കി ഡി ഡ്രാഗൺ വേൾഡിലെ തന്നെ നൊട്ടോറിയസ് ക്രിമിനൽ ആയതിനാൽ അദ്ദേഹത്തിന്റെ പുറകെ എപ്പോഴും മറൈൻസും മറ്റു പല ശത്രുക്കളും ഉണ്ടാകാം. അതിനാൽ തൻ്റെ മകനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിനാലാണ് അദ്ദേഹം തൻ്റെ പിതാവായ മങ്കി ഡി ഗാർപ്പിൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നത്. എന്നാൽ ഒരു മറൈൻ സോൾജറായ ഗാർപ്പിന് ഒരു കുട്ടിയെ നോക്കുക എന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാലാണ് അദ്ദേഹം ഈ വില്ലേജിൽ അവനെ കൊണ്ടുവരുന്നതും അവനെ നോക്കാനായി വൂപ്പ് സ്ലാപ്പിനെ ഏൽപ്പിക്കുന്നതും. എന്നാൽ ലൂഫി വളരും തോറും അവൻ്റെ ഉള്ളിലെ കുസൃതികളും കൂടി. അവിടെ എത്തുന്ന മിക്ക പൈററ്റ്സിനോടും കൂട്ടുകൂടാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒരാൾക്ക് പോലും അവനെ വേണ്ടത്ര ബോധിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഷാങ്ക്സ് അവിടെ എത്തുന്നതും അവനെ കാണുന്നതും. അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയ ഷാങ്ക്സ് അവനായി തൻ്റെ സ്ട്രോ ഹാറ്റ് നൽകുകയും എന്നവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നുവോ അന്ന് ആ ഹാറ്റ് തിരികെ നൽകുവാനും ഏൽപ്പിച്ചിട്ടാണ് ഷാങ്ക്സ് അവൻ്റെ അടുത്തു നിന്നും പോകുന്നത്. പൈററ്റ്സുമായിട്ടുള്ള സമ്പർക്കം ലൂഫിക്കുണ്ടായെന്ന് മനസ്സിലാക്കിയ ഗാർപ്പ് പിന്നീട് അവനെ ദാദാൻ്റെ അരികിൽ കൊണ്ടാക്കുകയും അവിടെ വെച്ച് എയ്സിനെയും സാബുവിനെയും പരിചയപ്പെടുകയും അവർ പിന്നീട് ബ്രദേഴ്സ് ആവുകയും ചെയ്തു. ഇനി ലൂഫിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കിയാൽ ഡെവിൾ ഫ്രൂട്ടിനോടൊപ്പം ഹാക്കി പവേഴ്സും അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലൂഫി. ഗമുഗമു നോമി എന്നറിയപ്പെട്ടിരുന്ന അഥവാ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിറ്റോ നോമി മോഡൽ സൺഗോഡ് നീക്ക എന്ന മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടിൻ്റെ ശക്തിയുള്ള ലൂഫിക്ക് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഏതൊരു വസ്തുവിനെയും കൂടാതെ തൻ്റെ ശരീരത്തെയും ഒരു റബ്ബർ പോലെ വലിച്ചു നീട്ടാൻ സാധിക്കും. പവർ ഓഫ് ഇമാജിനേഷൻ എന്നതാണ് ഈ ഡെവിൾ ഫ്രൂട്ടിൻ്റെ ട്രൂ പവർ. ആദ്യകാലങ്ങളിൽ ഗമുഗമു നോമി ഒരു സാധാ പാരമീഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണെന്നും ഇത് ജസ്റ്റ് ലൂഫിയുടെ ശരീരത്തെ റബ്ബർ ബോഡി ആക്കി മാറ്റും എന്നതായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ വാനോ ആർക്കിലാണ് ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് ഒരു സാധാ ഡെവിൾ ഫ്രൂട്ട് അല്ലെന്നും അതൊരു മിത്തിക്കൽ സോൺ ടൈപ്പ് ആണെന്നും ഇതിൽ സൺഗോഡ് നീക്കയുടെ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മനസ്സിലായത്. വർഷങ്ങളേറെ കൊണ്ട് വേൾഡ് ഗവൺമെൻറ് അന്വേഷിക്കുന്ന ഈ ഒരു ഫ്രൂട്ട് അവരുടെ പക്കൽ എത്തിപ്പെടാതിരിക്കാൻ ഷാങ്ക്സ് ആണ് അത് മോഷ്ടിക്കുന്നത്. എന്നാൽ ഈ ഫ്രൂട്ട് അബദ്ധവശാൽ ലൂഫി പിന്നീട് കഴിക്കുകയായിരുന്നു. എന്നാൽ ലൂഫിക്ക് ഇതുവരെയും തൻ്റെ ട്രൂ പവർ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ജോയ് ബോയുടെ തന്നെ വിൽ പവർ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഫ്രൂട്ടിൽ ഇമ്മൻസ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ചെറിയ വെർഷൻ മാത്രമാണ് വാനോയിൽ നമ്മൾ കണ്ടത്. ഇനി മുന്നോട്ടുള്ള അവൻ്റെ ജേണിയിൽ അവനെ കാത്തിരിക്കുന്നത് പവർഫുൾ ആയ എനിമീസിനെയാണ്. അതിനാൽ ഗിയർ 5ൻ്റെ പല അപ്ഡേറ്റഡ് വേർഷനെയും കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.